ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു സ്പെഷ്യൽ ബിരിയാണിയാണ്. ചിലപ്പോൾ എല്ലാവരും ഉണ്ടാക്കുന്നുണ്ടോയെന്ന് അറിയില്ല, എനിക്കായിരിക്കും ചിലപ്പോൾ സ്പെഷ്യൽ. കല്ലുമ്മക്കായ വെച്ചുകൊണ്ട് ഒരു ബിരിയാണി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇത്രയും ടേസ്റ്റ് ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിച്ചിട്ടേ ഇല്ല. ഫസ്റ്റ് ടൈമാണ് ഞാൻ ഇത് ഉണ്ടാക്കുന്നത്. ലഞ്ചിന് വേണ്ടി ഫ്രൈ ആക്കാൻ വേണ്ടിയിട്ട് വാങ്ങിയതാണ്. കല്ലുമ്മക്കായ 1/2 കിലോ മാത്രമേ വാങ്ങിയിട്ടുള്ളൂ. അത് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് എനിക്ക് ഐഡിയ തോന്നിയത് ബിരിയാണി ഉണ്ടാക്കിയാലോ എന്ന്. അപ്പോൾ എല്ലാവരോടും ചോദിച്ചപ്പോൾ കുട്ടികളൊക്കെ നോ പറഞ്ഞു. പിന്നെ വെക്കാമെന്ന് വിചാരിച്ചു. എന്തായാലും ഒരു പുതിയ റെസിപ്പി അല്ലേ, അപ്പോൾ എങ്ങനെയുണ്ടോ അങ്ങനെയല്ലേ ഉണ്ടാക്കി നോക്കിയാലേ അറിയില്ലേ ഇങ്ങനത്തെ ഒരു റെസിപ്പിയെക്കുറിച്ചൊക്കെ. അപ്പോൾ ഇത് എന്തായാലും അടിപൊളിയായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ക്ലീനൊക്കെ ചെയ്ത് പുഴുങ്ങിയിട്ടാണ്, സാധാരണ ഇളമ്പക്ക കക്കയൊക്കെ പുഴുങ്ങില്ലേ അതുപോലെ പുഴുങ്ങിയിട്ടാണ് ഞാൻ ഇതിൻ്റെ ഇറച്ചിയൊക്കെ എടുത്തത്. അപ്പോൾ ഇതിന് വലിയ കച്ചറകളൊന്നും ഉണ്ടായിട്ടില്ല. കച്ചറയില്ലാത്ത കല്ലുമ്മക്കായി വളർത്തുന്നത് എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. സാധാരണ പുഴയിൽ നിന്നും കടലിൽ നിന്നൊക്കെ പറിച്ചെടുക്കുന്നതിന് ഈ തോടിൽ നല്ല പോലെ തന്നെ കച്ചറ ഉണ്ടാവുമെന്ന് പറയലുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇതിന് കച്ചറൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇത് ചിലപ്പോൾ വളർത്തുന്നിടത്ത് കൊണ്ടുവന്നതായിരിക്കാമെന്ന് എനിക്ക് തോന്നി. ഓരോന്നിനൊക്കെ ഇങ്ങനെ ഇതുപോലെ ഉള്ളതല്ലാതെ കൂടുതലായിട്ടൊന്നും മെനക്കെടൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ ഞാൻ ഇതൊക്കെ ക്ലീൻ ചെയ്ത് ഒരു പാത്രത്തിലേക്ക് ഇട്ടു. ഗ്യാസ് ഓൺ ചെയ്ത് അടുപ്പത്ത് വെച്ച് ഒന്ന് മൂടി വെച്ചിട്ട് ഒന്ന് തിളച്ച് മേലോട്ടേക്ക് വരുമ്പോൾ തന്നെ, വെള്ളമൊന്നും ഒഴിക്കണ്ട, തിളച്ച് മേലോട്ടേക്ക് വരുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. ഓപ്പൺ ആക്കാം. ഇത് അതിൻ്റെ ടോപ്പ് ഇങ്ങനെ അനങ്ങും. അതിൻ്റെ പതഞ്ഞ് മേലോട്ടേക്ക് വരുമ്പോൾ സാധാരണ ഒരു ഇളമ്പക്കയൊക്കെ പുഴുങ്ങില്ലേ അതുപോലെ തന്നെ കേട്ടോ. അപ്പോൾ ഇത് വെള്ളമൊക്കെ ഊറ്റിക്കളഞ്ഞ് തണുത്തതിന് ശേഷം ഞാൻ കല്ലുമ്മക്കായുടെ ഇറച്ചി ഞാൻ എടുക്കുകയാണ്. അതിൻ്റെ തോട് കൊണ്ട് തന്നെ ഇങ്ങനെ ഇളക്കിയിട്ട് ഈസി ആയിട്ട് ഇളക്കി മാറ്റാൻ പറ്റും. അപ്പോൾ ഇതിൽ കുറേ മണ്ണുണ്ട് കേട്ടോ, അതുകൊണ്ട് നല്ല പോലെ തന്നെ ക്ലീൻ ആക്കേണ്ടി വന്നിട്ടുണ്ട്. ക്ലീൻ ആക്കിയിട്ട് ഒരു 10 മിനിറ്റൊക്കെ ഞാൻ വെള്ളത്തിൽ അങ്ങനെ ഇട്ട് വെച്ചപ്പോൾ മണ്ണ് നല്ല പോലെ തന്നെ ക്ലീൻ ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ഞാൻ ഇതിലേക്ക് ജസ്റ്റ് ഫ്രൈ ചെയ്യാനായിട്ട് മുളക് പൊടിയും ഉപ്പും മിക്സ് ചെയ്തൊന്ന് ഫ്രൈ ചെയ്തിട്ടാണ് ഞാൻ ബിരിയാണി ഉണ്ടാക്കുന്നത്. ഞാൻ ഓയിൽ ഒഴിച്ചെടുത്ത് കല്ലുമ്മക്കായ മുഴുവൻ അതിലേക്ക് ഇട്ട് കൊടുത്തു. ആകെ ഇത്രയേ ഉള്ളൂ കേട്ടോ. പിന്നെ കൂടുതൽ വെക്കാൻ പേടിയാകുന്ന എന്താ അവസ്ഥ അറിയില്ലല്ലോ, ടേസ്റ്റിൻ്റെ അവസ്ഥ. അപ്പോൾ ആരും ഇതുവരെ പറഞ്ഞു കേട്ടിട്ടില്ല ടേസ്റ്റ് ഉണ്ടെന്നൊന്നും, ബിരിയാണി ഉണ്ടാക്കിയെന്നും ആരും അങ്ങനത്തെ ഒരു കല്ലുമ്മക്കായ ബിരിയാണിയെക്കുറിച്ച് കേട്ടിട്ടേ ഇല്ല. അപ്പോൾ അതുകൊണ്ട് 1/2 കിലോ അല്ലേ ഉള്ളൂ, അതെന്ന് വെച്ചിട്ട് ധൈര്യത്തിൽ അങ്ങനെ വെക്കാൻ ഇറങ്ങിയതാണ്. അപ്പോൾ ഇത് ഏകദേശം ഫ്രൈ ആയിട്ടുണ്ട്. ഫ്രൈ ആയത് കോരി മാറ്റുക. അപ്പോൾ ഈ ഫ്രൈ ആക്കിയ ഓയിൽ തന്നെ നമുക്ക് ബിരിയാണിയുടെ മസാല വഴറ്റുന്നതിന് എടുക്കാം കേട്ടോ. കല്ലുമ്മക്കായുടെ സ്മെല്ലൊക്കെ ഉള്ളതല്ലേ, മുളക് മസാലയൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ വേസ്റ്റ് ആക്കണ്ട, നമുക്ക് മസാലയിലേക്ക് മിക്സ് ചെയ്യാനായിട്ട് എടുക്കാം. അപ്പോൾ ഇത് മുഴുവനും ഞാൻ കോരി മാറ്റിയിട്ടുണ്ട്. ഉള്ളി കട്ട് ചെയ്തിട്ട് ഒരു കുക്കറിലേക്ക് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. 3 മീഡിയം സൈസ് ഉള്ളിയാണ് ഇതിലേക്ക് ഞാൻ ഇട്ട് കൊടുത്തത്. അതിട്ട് കൊടുത്തു. അതുപോലെ തന്നെ നമ്മൾ കല്ലുമ്മക്കായ ഫ്രൈ ചെയ്ത് ബാലൻസ് ആയിട്ടുള്ള ഓയിൽ ഒഴിച്ചു കൊടുത്തു. ഒന്ന് മിക്സ് ചെയ്ത് നോക്കുക ഓയിലിന് ആവശ്യമുണ്ടോയെന്ന്. നിങ്ങളിനി കല്ലുമ്മക്കായ ഫ്രൈ ചെയ്യുമ്പോൾ എത്ര ഓയിലാണ് എടുത്തതെന്ന് അറിയില്ലല്ലോ. അപ്പോൾ എനിക്കെന്തായാലും കുറച്ചും കൂടി ഓയിൽ ആവശ്യമുണ്ട്. അപ്പോൾ തക്കാളിയും ഇതിൻ്റെ കൂടെ തന്നെ ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ആവശ്യത്തിന് ഉപ്പ്, ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചതച്ചത് 1.5 ടേബിൾ സ്പൂൺ വരെ ഇട്ട് കൊടുക്കാം കേട്ടോ. 3 ഉള്ളി, 3 മീഡിയം സൈസ് തക്കാളിയാണ് ഞാൻ എടുത്തത്. അതിനിണക്കായിട്ടാണ് 1.5 ടേബിൾ സ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. എല്ലാം കൂടി ഒന്ന് ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് നമുക്ക് കുക്കറിൻ്റെ ടോപ്പ് ക്ലോസ് ചെയ്ത് കൊടുത്തിട്ട് തന്നെ ഇത് വേവിച്ചെടുക്കാം. നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങൾക്ക് വേവിക്കാം കേട്ടോ. നിങ്ങൾക്ക് കുക്കറിലല്ലെങ്കിൽ എങ്ങനെ വേണമെങ്കിലും സാധാരണ മസാല വേവിക്കുന്ന പോലെ വേവിക്കാം. പക്ഷേ ഇതാവുമ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയായി കിട്ടും. ഇങ്ങനെ ഇളക്കിക്കൊണ്ട് ഇരിക്കണ്ട, ഇടയ്ക്കിടയ്ക്ക് 2-3 വിസിൽ വന്നതിന് ശേഷം ഓപ്പൺ ആക്കി നോക്കുമ്പോഴത്തേക്ക് കറക്റ്റ് പാകത്തിൽ നമുക്ക് വെന്ത് കിട്ടും. ഞാനിതാ പറഞ്ഞ പോലെ തന്നെ കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. കുറച്ച്
വെള്ളമുണ്ട് ഇതിൽ. അതെന്താണെന്ന് വെച്ചാൽ തക്കാളി ഇട്ടതാണെന്ന് എനിക്ക് തോന്നുന്നു. തക്കാളി നല്ല പഴുത്തിട്ട തക്കാളിയാണ് ഞാനിതിനായിട്ട് എടുത്തത്. അതുകൊണ്ടാണെന്ന് തോന്നുന്നു. അതൊന്ന് വറ്റിച്ചെടുക്കണം. ഏകദേശം നമ്മുടെ മസാലപ്പൊടികളും നമ്മുടെ കല്ലുമ്മക്കായും ഒക്കെ ഇട്ട് ടൈം എടുക്കൂല എന്തായാലും ഇത് റെഡിയായി വരാം. അപ്പോഴത്തേക്കും കറക്റ്റ് നമ്മുടെ മസാല കറക്റ്റ് ആ ഒരു പാകമായി കിട്ടും. അപ്പോൾ ആ ഫ്രൈ ചെയ്ത കല്ലുമ്മക്കായും കൂടി ഇട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി നമുക്ക് ആവശ്യമുള്ള പൊടികളൊക്കെ ഇട്ട് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, 1 ടീസ്പൂൺ ഫുള്ളായിട്ട് കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. ഇത് മൂന്നും കൂടിയിട്ട് നല്ല പോലെ തന്നെ ഒന്ന് ഇത് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി വേണ്ടത് കുറച്ച് കറിവേപ്പിലയും മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കുകയാണ്. അതും കൂടിയിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഫസ്റ്റ് കണ്ട പോലെ അല്ലല്ലോ, നമ്മുടെ മസാലയുടെ ആ വെള്ളമൊക്കെ ഒന്ന് വറ്റി കിട്ടിയിട്ടുണ്ട്. നല്ല പോലെ തന്നെ ഒന്ന് കുറുകി മസാല ഏകദേശം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചെറുതായിട്ട് കട്ട് ചെയ്ത ക്യാരറ്റ് ഇട്ട് കൊടുക്കുകയാണ്. കുറച്ച് മാത്രം, ഒരു പീസ്, ഒരു മീഡിയം സൈസ് വലുപ്പമുള്ള ക്യാരറ്റിൻ്റെ ഒരു 1/2 പീസ് ഞാനിതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അതും കൂടി ഇട്ട് കൊടുക്കുമ്പോൾ ഏകദേശം ഫൈനലായിട്ടുണ്ട് നമ്മുടെ മസാല. നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഗീ റൈസ് ഞാൻ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ വീഡിയോ ഞാൻ വേറെ തന്നെ ഡീറ്റെയിൽ ആയിട്ട് ചെയ്യുന്നതാണ്. അതുകൊണ്ട് ഞാനിപ്പോൾ ഇത് എങ്ങനെ ഉണ്ടാക്കിയെന്നൊന്നും ഇതൊന്നും മെഷറിംഗ് ഒന്നും പറയുന്നില്ല. 2 കപ്പ് അരിയാണ് ഞാൻ എടുത്തത്. ഇത് വേറെ സെപ്പറേറ്റ് തന്നെ വീഡിയോ ഇടാമെന്ന് വെച്ചിട്ടാണ്. ഫസ്റ്റ് നെയ്ച്ചോറ് ഉണ്ടാക്കുന്നവർക്കൊക്കെ ഹെൽപ്പ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് സെപ്പറേറ്റ് വീഡിയോ ഇടുന്നത്. അതുകൊണ്ട് ഞാനിപ്പോൾ പറയുന്നില്ല ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും. ഇനി നെയ്ച്ചോറും കൂടി ആയില്ലേ, ഇനി നമുക്ക് ദമ്മിടാം. അതിനായിട്ട് ഞാൻ മസാല ഉണ്ടാക്കിയ കുക്കർ, മസാല വേറെ പ്ലേറ്റിലേക്ക് മാറ്റിയിട്ട് ആ കുക്കർ തന്നെയാണ് എടുത്തത്. നിങ്ങൾക്കിനി വേറെ പാത്രം എടുക്കാം കേട്ടോ. ഞാനിപ്പോൾ അതന്നെ എടുത്തതേ ഉള്ളൂ. അപ്പോൾ ഫസ്റ്റ് ലെയറായിട്ട് ചോറിട്ട് കൊടുത്തു. ഒറ്റ ലെയർ മസാല മാത്രമേ ഇടുന്നുള്ളൂ, കുറച്ച് മാത്രമല്ലേ ഉള്ളൂ. അപ്പോൾ ആ ചോറ് ഇട്ടതിൻ്റെ മേലെ കുറച്ച് ഉള്ളി ഫ്രൈ ചെയ്തത്, അതുപോലെ കാഷ്യൂ, പിന്നെ നമ്മുടെ കിസ്മിസ് ഫ്രൈ ചെയ്തതും കൂടി ഇടുന്നുണ്ട്. കൂടെ തന്നെ ഗരം മസാലയും മല്ലിയിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് നമ്മുടെ മസാല ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ആ ഒരു ഒറ്റ ലെയർ ചെയ്യേണ്ട മസാല മാത്രമേ ഉള്ളൂ, അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. മസാല ഇട്ട് കൊടുത്തതിന് ശേഷം ബാക്കിയുള്ള ചോറും കൂടിയിട്ട് അതുപോലെ തന്നെ ഗാർണിഷ് ചെയ്യുകയാണ്. ഗാർണിഷിങ്ങും കൂടി കഴിഞ്ഞ് കുക്കറിൻ്റെ ടോപ്പ് ഇട്ട് കൊടുത്തിട്ട് കുക്കറിൽ തന്നെയാണ് ദം ചെയ്യുന്നത്. കുക്കറിൻ്റെ വെസിലൊക്കെ എടുത്ത് മാറ്റി വെച്ചിട്ട് 10 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ദം ചെയ്ത് കൊടുക്കുകയാണ്. അതിനുശേഷം കുക്കർ ഓപ്പൺ ആക്കിയിട്ട് സെർവ് ചെയ്യാം. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കുക. കിട്ടില്ലനാണ്. എപ്പോഴും ചിക്കനും ബീഫും ചെമ്മീനൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു ചേഞ്ചായിട്ട് കല്ലുമ്മക്കായ ബിരിയാണി ട്രൈ ചെയ്യുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് ആരെങ്കിലും എൻ്റെ വീഡിയോ കാണുന്ന ആളുണ്ടെങ്കിൽ, വീഡിയോ ഇഷ്ടമായെങ്കിൽ ആ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വെറൈറ്റി റെസിപ്പി ആയതുകൊണ്ട് തന്നെ ഷെയർ ചെയ്യുക. അപ്പോൾ ഇനി വേറൊരു വീഡിയോവുമായി കാണുന്നവരെ എല്ലാവരോടും ബൈ.